നമസ്കാരം. ആഗോള സംഘർഷത്തിന്റെ പ്രതിസന്ധി ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് ഇന്ത്യൻ അടുക്കളയിലേക്ക് എത്തിക്കഴിഞ്ഞു. മധ്യപൂർവേഷ്യയിലെ ഒരു കടലിടുക്ക് അടഞ്ഞാൽ അത് ഇന്ത്യയിലെ ഒരു സാധാരണ കുടുംബത്തിന്റെ അടുക്കളയിൽ വരെ ആഘാതമുണ്ടാക്കുമെന്ന് പലർക്കും ഒരിക്കലും തോന്നിയിരുന്നില്ല. എന്നാൽ ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷം മൂലം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ വിതരണ പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്കിൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ഇന്ത്യയിൽ പാചകവാതക വിതരണത്തിലുണ്ടായ വലിയ കുറവ് ഈ യാഥാർത്ഥ്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു സാധാരണ വിതരണം വൈകുന്നതിന്റെ പ്രശ്നമല്ല. ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ എത്ര വേഗത്തിലാണ് സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവുകളെ ബാധിക്കുന്നത് എന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ പ്രതിസന്ധി. ലോകത്തെ എണ്ണവാതക വ്യാപാരത്തിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന കടൽപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. മധ്യപൂർവേഷ്യയിലെ പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ ഈ പാതയിലൂടെയാണ് ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും എത്തുന്നത്. ഈ കടലിടുക്കിൽ ഗതാഗതം തടസ്സപ്പെടുമ്പോൾ അതിന്റെ ആഘാതം ആദ്യമായി അനുഭവിക്കുന്നത് ഇറക്കുമതിയിൽ വലിയ ആശ്രയമുള്ള രാജ്യങ്ങളെയാണ്. ഇന്ത്യ അവയിൽ ഒന്നാണ്. ഇന്ത്യയിലെ പാചകവാതകത്തിന്റെ വലിയൊരു പങ്കും ഇറക്കുമതിയിലാണ് ആശ്രയിക്കുന്നത്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന LPG ആവശ്യത്തിന് മതിയാകാത്തതിനാൽ വിദേശത്തു നിന്ന് വലിയ തോതിൽ കയറ്റുമതി ചെയ്യേണ്ടി വരും. അതിനാൽ അന്താരാഷ്ട്ര വിപണിയിൽ ചെറിയൊരു തടസ്സം പോലും ഇന്ത്യയിലെ വിതരണ ശൃംഖലയെ നേരിട്ട് ബാധിക്കാറുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നതും അതുതന്നെയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഗ്യാസ് ഏജൻസികളുടെ മുന്നിൽ കണ്ട ക്യൂകൾ അത് വിളിച്ചോതുകയാണ്. സാധാരണയായി ഒരു ഫോൺ കോളിലോ മൊബൈൽ ആപ്പിലോ ബുക്ക് ചെയ്താൽ വീട്ടിലെത്തുന്ന സിലിണ്ടറിനായി ഇപ്പോൾ പലരും നേരിട്ട് ഏജൻസികളുടെ മുന്നിലെത്തി കാത്തു നിൽക്കേണ്ടി വരുന്നു. പല പ്രദേശങ്ങളിലും വിതരണം വൈകുകയും ചിലയിടങ്ങളിൽ സിലിണ്ടറുകളുടെ ലഭ്യത താൽക്കാലികമായി കുറഞ്ഞതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണ കുടുംബങ്ങളെ അല്ല, നഗരങ്ങളിലെ ഭക്ഷണശാലകളെയാണ്. ബാംഗ്ലൂരു, ചെന്നൈ, മുംബൈ, ലക്നൌ പോലെയുള്ള നഗരങ്ങളിൽ നൂറുകണക്കിന് ഹോട്ടലുകളും ചെറിയ ഭക്ഷണശാലകളും പാചകവാതകത്തിനാണ് പ്രധാനമായി ആശ്രയിക്കുന്നത്. ദിവസേന വലിയ തോതിൽ ഭക്ഷണം തയ്യാറാക്കേണ്ട ഇവിടങ്ങളിൽ സിലിണ്ടർ ലഭ്യത കുറഞ്ഞാൽ പ്രവർത്തനം തന്നെ ബാധിക്കും. ചില ഹോട്ടലുകൾ താൽക്കാലികമായി മെനു ചുരുക്കുകയോ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയോ ചെയ്യേണ്ട സാഹചര്യം നേരിടുകയാണ്. ചിലർ ഇലക്ട്രിക് ഉപകരണങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് എല്ലാവർക്കും പ്രായോഗികമല്ല. പ്രത്യേകിച്ച് ചെറിയ ഭക്ഷണശാലകൾക്കും കുടുംബാടിസ്ഥാനത്തിലുള്ള ഹോട്ടലുകൾക്കും ഇതൊരു വലിയ സാമ്പത്തിക സമ്മർദ്ദമാണ്. ഇത് ഭക്ഷ്യവിലകളിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. പാചകവാതകത്തിന്റെ ലഭ്യത കുറയുകയോ വില ഉയരുകയോ ചെയ്താൽ അതിന്റെ ചെലവ് അവസാനം ഉപഭോക്താക്കൾക്കാണ് എത്തുക. അതായത് ഹോട്ടലുകളിൽ ഭക്ഷണവില ഉയരാനും വീടുകളിലെ ചെലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. സർക്കാർ നിലവിൽ വിതരണ നിയന്ത്രണവും മുൻഗണനാ ക്രമീകരണങ്ങളും പോലുള്ള ചില അടിയന്തര നടപടികൾ പരിഗണിക്കുന്നുണ്ട്. ചില മേഖലകളിൽ ഹോട്ടലുകൾക്കും വാണിജ്യോപയോഗത്തിനുമുള്ള സിലിണ്ടറുകളുടെ വിതരണം നിയന്ത്രിച്ച് ഗൃഹോപയോഗത്തിന് മുൻഗണന നൽകാനുള്ള സാധ്യതയും സർക്കാർ പരിഗണിക്കുകയാണ്. കൂടാതെ ബദൽ വിതരണ മാർഗങ്ങൾ കണ്ടെത്താനും ഇറക്കുമതി ഉറവിടങ്ങൾ വൈവിധ്യമാക്കാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായി സൂചനകളുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി ഇന്ത്യക്ക് ഒരു വലിയ പാഠം കൂടി നൽകുകയാണ്. ഊർജ്ജ സുരക്ഷ എന്നത് വെറും എണ്ണ സംഭരണികളോ ഇറക്കുമതി കരാറുകളോ മാത്രമല്ല, അത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയുമായി നേരിട്ട് ബന്ധമുള്ള വിഷയമാണ്. ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് ദീർഘകാല ഊർജ്ജതന്ത്രം കൂടുതൽ ശക്തമാക്കേണ്ടത് അനിവാര്യമാണ്. പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ, ബയോഗ്യാസ് പോലുള്ള ബദൽ ഇന്ധനങ്ങൾ, വൈദ്യുത പാചക സംവിധാനങ്ങൾ എന്നിവ കൂടുതൽ വ്യാപകമാക്കേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവ വികാസങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ആഭ്യന്തര ഗ്യാസ് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും സംഭരണശേഷി കൂട്ടുന്നതിനും കൂടുതൽ ശ്രദ്ധ നൽകേണ്ട സമയമാണ്. ഒരു കടലിടുക്കിലുണ്ടായ സംഘർഷം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു കുടുംബത്തിന്റെ അടുക്കളയിൽ വരെ പ്രശ്നമുണ്ടാക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഊർജ്ജ സുരക്ഷയ്ക്കും ആഗോള രാഷ്ട്രീയവും ഇനി വെറും വിദേശ ചർച്ചകളിൽ മാത്രം ഒതുങ്ങുന്ന വിഷയങ്ങളല്ല. അത് സാധാരണ ജനങ്ങളുടെ ദിനചര്യയുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഉയർന്ന പുക ഇപ്പോൾ ഇന്ത്യയിലെ അടുക്കളകളിലും കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പ്രതിസന്ധി താൽക്കാലികമായിരിക്കാം, പക്ഷെ അതിലൂടെ ഉയരുന്ന ചോദ്യം അത് സ്ഥിരമാണ്. ആഗോള സംഘർഷങ്ങളുടെ ആഘാതത്തിൽ നിന്ന് രാജ്യത്തിന്റെ സാധാരണ ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം? അതിന്റെ ഉത്തരമാണ് ഇനി ഇന്ത്യയുടെ ഊർജ്ജ നയത്തിന്റെ യഥാർത്ഥ പരീക്ഷ.